ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പോൾ എന്നെ അടുക്കള വാതിലും ഫ്രണ്ടിലെ കഥവും അടച്ച് ലോക്ക് ചെയ്തു എത്തിച്ചു. എന്നിട്ട് ഞാൻ മീനച്ചിൽ അട്ടി ചാടാനായിട്ട് പോകുന്നു. എൻ്റെ കയ്യിൽ ഒരു ബാഗും കുറച്ച് ഡ്രസ്സും മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ മീനച്ചിലായിട്ട് ചാടാനായിട്ട് പോകുമ്പോൾ അവിടെ എല്ലാം ക്യാമറ ഉണ്ട്, ആൾക്കാർ കണ്ടു. കോടതിയോ സർക്കാരോ ഇടപെട്ട് അതിന് എനിക്കല്ലാതെ സ്വന്തം വീടില്ല, എനിക്ക് മേടിക്കാൻ എൻ്റെ കാശുമില്ല. എൻ്റെ മൂത്ത മോനും എനിക്കിപ്പോൾ ആ വീട്ടിൽ കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവന് വേറെ ഒന്നുമില്ല, എല്ലാ പൈസ ഇവിടെ ആണ് ചെലവാക്കിയത്. നമസ്കാരം പ്രിയപ്പെട്ടവരെ, കാണാതെ പോകരുത് ഈ അമ്മയുടെ കരച്ചിൽ. കൊല്ലം ജില്ലയിലെ വൈക്കൽ 2 ആൺമക്കളുമൊത്താണ് ഈ അമ്മ താമസിക്കുന്നത്. ഇളയ മകൻ ആർമിയിൽ വർക്ക് ചെയ്യുമ്പോൾ മാട്രിമോണി വഴി കല്യാണം കഴിക്കുകയും ഒരു കുടുംബത്തിലെ വിളക്കായി വരേണ്ട മരുമകൾ ഈ വീട്ടിൽ നിന്നും ഈ അമ്മയെ ആട്ടിപ്പുറത്താക്കുകയാണ് ചെയ്തത്. വാർത്ത കാണാം. എൻ്റെ പേര് വത്സല. ഞാൻ വൈക്കൽ ഉമ്മന്നൂർ റൂട്ടിൽ വേറെ റോഡിൻ്റെ അവിടുത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ ഇളയ മകൻ ആർമി ജോലിയുള്ളതാണ്. മൂത്ത മകനും എൻ്റെ ഇളയ മകനും ഞാനും കൂടി കഷ്ടപ്പെട്ട പൈസയ്ക്ക് മേടിച്ചതാണ് ആ വീട്. മേടിച്ചിട്ട് 3 വർഷം കഴിഞ്ഞു. എൻ്റെ ഇളയ മകൻ 2025 ഓഗസ്റ്റ് മാസം 25-ാം തീയതി മാട്രിമോണി വഴി അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ട് ആ പെൺകുട്ടി വീട്ടിൽ വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ മുതൽ എന്നോട് പ്രശ്നങ്ങളാണ്. എന്നെ എടിയെന്നും നീയെന്നും പെണ്ണുപിള്ളിയെന്നും ഞാൻ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ എടുത്ത് കളയുക, ചായ ഇട്ട് വെച്ചാൽ എടുത്ത് കളയുക, ഇങ്ങനായി പ്രശ്നങ്ങളായി. എൻ്റെ മകൻ സെപ്റ്റംബർ 11-ാം തീയതി ജോലി സ്ഥലത്ത് കയറി പോകുന്നു. എന്നിട്ട് വീട്ടിലെന്നും പ്രശ്നങ്ങളാ. എന്നെ ഓരോന്ന് ചീത്തയൊക്കെ വിളിക്കും. അങ്ങനെ ഞാൻ എല്ലാം സഹിച്ച് മൂത്തമ്മനോടൊന്നും പറയാൻ പറ്റത്തില്ല. അവന് BP കൂടുമെന്ന് വിചാരിച്ച് ഞാൻ പേടിച്ചൊന്നും പറയത്തില്ലായിരുന്നു. അവന് അസുഖം കൂടുമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ എല്ലാം സഹിച്ചിരിക്കെ നവംബർ മാസം 11-ാം തീയതി മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോഴവളും അവിടെ അമ്മയും കൂടി അവളവിടെ ഇല്ലായിരുന്നു. വീട്ടിൽ നിന്ന് വരുമ്പോൾ കേക്ക് വാങ്ങിച്ചോണ്ട് വെച്ച് മുറിച്ച് അവരെ ആഘോഷിച്ചിട്ട് ഞാൻ ആ വീട്ടിലുണ്ടായിരുന്നു. ഞാനൊരു അമ്മയാണ്. എനിക്ക് എന്നിട്ട് ഒരു വർഷം വേണമെന്ന് പോലും ചോദിച്ചില്ല. അന്ന് എൻ്റെ മകന് 29 വയസ്സ് കഴിയുന്ന ദിവസമായിരുന്നു. എന്നിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പോൾ എന്നെ അടുക്കള വാതിലും ഫ്രണ്ടിലെ കഥവും അടച്ച് ലോക്ക് ചെയ്തു. ഞാൻ പിന്നെ അവിടുന്ന് പോയി അവിടെ ഒരു കടയുണ്ട്, ശ്യാമളയെന്ന് പറഞ്ഞ സ്ത്രീയുടെ അവിടെ പോയിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ മകനെ വിളിച്ച് പറഞ്ഞു അവിടെ ആരും കഥമൊന്നും അടച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ തിരിച്ച് വന്നപ്പോൾ വാതിൽ തുറന്നിട്ടിട്ട് ഇവിടെ സിറ്റ് ഔട്ട് ഇരുന്ന് ചിരിക്കുന്നു. എൻ്റെ മൂത്ത മോൻ അവിടെ ഇല്ല. അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ കഴിഞ്ഞ് വരവേ നവംബർ മാസം 26-ാം തീയതി മോൻ തിരുവനന്തപുരത്ത് പോയിരുന്ന സമയത്ത് ഇവള് 5 PSC കോച്ചിങ്ങിന് പോകുന്നു. അന്നേരം ഇവളെന്നെ ചീത്ത വിളിച്ചു. അവളെ ബന്ധുക്കളോടൊക്കെ പറയുന്നു അവളിവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. എന്നെ ചീത്ത പറഞ്ഞു. അവൾക്കൊരു പോക്കുമില്ല, അവളെവിടെ പോകാനാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അന്ന് അവിടുന്ന് ഇറങ്ങുന്നു. ഉച്ചയായപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ട് കോട്ടയത്ത് പോയി ബസ് സ്റ്റാൻഡിൽ ഇരുന്നു. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അങ്ങനെ അവിടെ ഇരുന്നു. പിന്നെ ഞാൻ നേരം വെളുപ്പിച്ചു. എന്നിട്ട് ഞാൻ മീനച്ചിൽ അട്ടി ചാടാനായിട്ട് പോകുന്നു. എൻ്റെ കയ്യിൽ ഒരു ബാഗും കുറച്ച് ഡ്രസ്സും മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ മീനച്ചിലായിട്ട് ചാടാനായിട്ട് പോകുമ്പോൾ അവിടെ എല്ലാം ക്യാമറ ഉണ്ട്, ആൾക്കാർ കണ്ടു. അങ്ങനെ പിന്നെ എന്നെ രക്ഷപ്പെടുത്തി. ഞാൻ അവിടുന്ന് ഏറ്റുമാനൂർ അമ്പലത്തിൽ പോകുന്നു. അവിടുന്ന് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് അവിടെ ലേഡീസ് ഹോസ്റ്റൽ അന്വേഷിച്ച് അവിടെ പോയി താമസിക്കുന്നു. എൻ്റെ സിം ഞാൻ ഓഫാക്കി വെച്ചിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഒരു ഏജൻസിയിൽ ന്യൂസ് പേപ്പറിൽ കണ്ട് വിളിച്ച് പറഞ്ഞു അവിടുത്തെ ജോലിക്ക് ഒരു ഡോക്ടർമാരവിടെ കുക്കിങ്ങിനായിട്ട് ജോലിക്ക് പോകുന്ന ഒരാളാണ്. അങ്ങനെയാണ് എൻ്റെ മോനെ ഞാൻ കൊടുത്തത് ചെലവിന്. ഇയാളെ മോനെ വളർത്തിയത്. മൂത്ത മോനെ വളർത്തിയത് എൻ്റെ സഹോദരനാണ്. അവൻ BSF ജോലിയായിരുന്നു. ഇപ്പൊ തിരുവനന്തപുരത്ത് IB ജോലി ചെയ്യുന്നു. അവിടെ കടക്കിൽ ആയിരുന്നു എൻ്റെ മൂത്ത മോൻ താമസിക്കുന്നത്. ഇളയ മോൻ്റെ ചെലവെല്ലാം ഞാനാ വഹിച്ച് അവനെ വളർത്തിയത്. അങ്ങനെ പിന്നെ ഞാൻ അവിടെ ജോലിക്ക് ചെല്ലുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ വീട്ടിലറിയാതെ ഒളിച്ചോടി വന്നതാണ്. എന്നെ വീട്ടിൽ നിന്ന് അന്വേഷണം ചിലപ്പോൾ വരും, പത്രത്തിലെങ്ങനെ ന്യൂസ് വന്നാൽ എന്നെ പറഞ്ഞു വിടല്ലേന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സിം ആവശ്യപ്പെട്ട് മൊബൈലിലിട്ട് വന്നപ്പോൾ കൊട്ടാരക്കര സർക്കിൾ ഓഫീസിൽ നിന്ന് CI സാർ വിളിക്കുന്നു. അമ്മ എവിടെ, അമ്മ പറയാതെ പോയ എന്താ അമ്മേന്ന്. ഞാൻ അപ്പോഴും പറഞ്ഞു എന്നെ ഇങ്ങനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടതാ സാറേ എന്ന് പറഞ്ഞു. മരുമോട് അടിച്ചിറക്കി വിട്ടതാ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഒരു വനിതാ പോലീസും എൻ്റെ മൂത്ത മോനും ചേട്ടത്തിൻ്റെ മോനും കൂടി വന്നു. എന്നെ അവിടെ കാറിൽ വന്നിട്ട് തിരിച്ചുകൂടെ കൊണ്ടുവന്നു കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി. പിറ്റേന്ന് എന്നെ 6-ാം തീയതി ജോലിക്ക് പോകുന്നു. 7-ാം തീയതിയാണ് പിടിക്കപ്പെട്ടത്. 8-ാം തീയതി എന്നെ മൈസേട്ടിൻ്റെ മുന്നിൽ മൊഴി കൊടുക്കാൻ ഹാജരാക്കി. അവിടുന്ന് ഞാൻ പിന്നെ തിരിച്ച് കടക്കിൽ എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ പോന്നു. 9-ാം തീയതി ഞാൻ കടയങ്ങാലത്ത് വന്നു. കോട്ട് കൊടുത്തിട്ട് വീണ്ടും ഞാൻ ജോലിക്ക് പോന്നു. മൈസൂരോട്ട് അപ്പോൾ ചോദിച്ചു അമ്മ എങ്ങനെയാ വീട്ടിൽ പോവാന്ന മകൻ്റെ കൂടെ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ആ സ്ത്രീയുള്ള വീട്ടിൽ എനിക്ക് പറ്റത്തില്ല സാറേ, ഞാൻ ആവുന്ന സമയം വരെയും ജോലി ചെയ്ത് ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഞാൻ ജോലി ചെയ്ത് ഇരിക്കുമായിരുന്നു. മൂത്തമ്മൻ്റെ ഞാൻ വീട്ടിൽ വന്നില്ല. എന്നിട്ട് ഇപ്പോൾ എൻ്റെ മകൻ
പിന്നെ മാർച്ച് 15-ാം തീയതി നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പട്ടാളക്കാരൻ. അപ്പോൾ അമ്മയെ വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പ്രശ്നമൊക്കെ ഉണ്ടാക്കി വന്ന് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ പ്രശ്നമായി. മൊബൈല് എന്തോ ഇത് ആരെയും ചാറ്റുന്ന കണ്ട് എന്റെ മകൻ മൊബൈൽ ആവശ്യപ്പെട്ടപ്പോൾ 30,000 രൂപയുടെ മൊബൈൽ അവൾ നിലത്തെറിഞ്ഞ് പൊട്ടിച്ചു. എന്റെ മകനെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞപ്പോൾ മകൻ ഒരു അടി കൊടുത്തപ്പോൾ അവള് തിരിച്ചു മകനെ അടിച്ചിട്ടു. അപ്പോഴ് മകൻ കിടന്ന് നിലവിളിച്ചു. ഇവള് ബാത്റൂമിൽ കയറി വിളിച്ചു. ആ ഒരു മോൻ കൂടെ 7ാം ക്ലാസ് മുതൽ പഠിച്ച ജോബിനെന്ന് പറഞ്ഞ ഒരു പയ്യൻ ഓടി വന്നു. അളിയനെന്നാ വിളിക്കുന്ന, അളിയ എന്തോ സംഭവിച്ചു, എന്നെ അടിച്ചിട്ടെന്ന് വലിയവായി നിലവിളിച്ചു. എന്റെ അമ്മയെ വിടില്ല, എനിക്ക് ആഹാരം ഉണ്ടാക്കി തരുന്നില്ലെന്നൊക്കെ പറഞ്ഞു. ഇവിടെ വീട്ടുകാർ വന്ന് ഇവളെ അങ്ങ് കൂട്ടിക്കൊണ്ട് പോയി. ഇവളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് കുറേ ദിവസം കഴിഞ്ഞ് മധ്യസ്ഥ പ്രകാരം വീണ്ടും ആ വീട്ടിൽ കൊണ്ടുവന്നു. ഞാനപ്പോഴും സ്ഥലത്തില്ല, ആ വീട്ടിലില്ല. എന്നിട്ടിപ്പോ വീണ്ടും മീനമാസം 1-ാം തീയതി ഞായറാഴ്ച വീണ്ടും ആ വീട്ടിൽ പ്രശ്നമായി. ഇവളെ വീട്ടിൽ കൊണ്ടുപോയി. എന്റെ മകനെ വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് മീനം 2-ാം തീയതി ഇംഗ്ലീഷ് മാസം ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല. എന്റെ മകൻ അപ്പോഴും നിലവിളിച്ച് എന്നെ വിളിച്ചത് എന്റെ മൊബൈലിനകത്ത് റെക്കോർഡുണ്ട്. അമ്മ വരണം, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ, എന്റെ അമ്മ കുഴിമാടം കാണാനാണ് വരുന്നത്, എന്റെ അമ്മ വരണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അങ്ങനെ എന്നെ സഹായിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട് കൊട്ടാരക്കര. അവരോടൊക്കെ പറഞ്ഞു. എന്റെ 1-2 ബന്ധുക്കളും പറഞ്ഞു പോണം, മകനല്ലേ എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിങ്കളാഴ്ച ഞാൻ വരുന്നു, ഏറ്റുമാനൂരിന്ന് ഞാൻ വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്നപ്പോ പിന്നെ ഏറ്റുമാനൂരിൽ നിന്ന് വീട്ടിൽ വന്നപ്പോ ഇതുപോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി അമ്മ പോട്ടെ, എനിക്ക് അവളെ വേണ്ടെന്നൊക്കെയാ പറഞ്ഞത്. അങ്ങനെ ആയപ്പോ പിന്നെ മീനം 3-ാം തീയതി ചൊവ്വാഴ്ച അവര് കൊട്ടാരക്കര പോകുന്നു. അപ്പോഴും വക്കീൽ പറഞ്ഞു ഞാനും കൂടെ പോയി അടിച്ചിറക്കി വിട്ടേന്റെ മൊഴി കൊടുക്കാൻ പറഞ്ഞു. അന്നേരം മക്കൾ പറഞ്ഞു ഞാൻ ചെല്ലണ്ട എന്ന് പറഞ്ഞു. എന്റെ പേരില്ല ആ കേസിലെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ടുപോയില്ല. അപ്പോഴും പിന്നെ ഞാൻ ഇത് വക്കീലുമായിട്ടൊക്കെ ആലോചിച്ചു പറഞ്ഞു ചിലപ്പം ഒത്തുതീർപ്പായി അവൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ ഉള്ള വീട്ടിൽ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ തിരിച്ചങ്ങ് ഹോസ്റ്റലിൽ പോകുന്നു. പോയിട്ട് ഇപ്പൊ എന്റെ മോൻ മാപ്പ് പറഞ്ഞ് അവളെയും കൂട്ടി എന്റെ അടുത്ത് വന്നു എന്നെ ഇവിടെ കൊണ്ടുവരുന്നു. ഏപ്രിൽ മാസം 6-ാം തീയതി മകൻ 10-ാം തീയതി ജോലിക്ക് പോകുന്നു. ഇവള് വീണ്ടും 17-ാം തീയതി എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ആഹാരമെല്ലാം രാവിലെ എടുത്തെറിയുന്നു. അങ്ങനെ ഞാൻ SP ഓഫീസിൽ പോയി സാറിന് പരാതി കൊടുത്തിട്ട് വന്നപ്പോൾ ഞാൻ പിന്നെ കോളിംഗ് ബെൽ അടിച്ചിട്ട് തുറന്നില്ല. 1 മണിക്കൂർ ഇരുന്ന് അയൽവക്കക്കാരെയൊക്കെ വിളിച്ചു. അങ്ങനെ വിശ്വൻ എന്ന് പറഞ്ഞ ഒരാൾ തൊട്ടടുത്ത വീട്ടിലുള്ളതും വർഗീസ് എന്ന് പറഞ്ഞ ഒരു അച്ചായനും അവിടെ വന്നു. ഈ അമ്മയെ വീട്ടിൽ കയറ്റെന്നൊക്കെ പറഞ്ഞു. അവിടെ വിളിച്ചിട്ട് തുറന്നില്ല. പിന്നെ ഞാൻ 112 വിളിച്ചു. വാളാത്തുനിന്ന് 2 പോലീസുകാർ വന്നു. അവര് പറഞ്ഞിട്ടും ഇവളെന്നെ ആ വീട്ടിൽ കയറ്റിയില്ല. പിന്നെ ഞാൻ അടുത്ത വീട്ടിൽ വിശ്വണ്ണന്റെ വീട്ടിൽ പോയി. എന്റെ മൊബൈൽ ബാറ്ററി ചാർജ് ഇല്ലാത്തതുകൊണ്ട് അവിടെ പോയി അഭയം തേടി. 11:30 ആയപ്പോൾ മൊബൈൽ ചാർജ് ആയപ്പോൾ ഞാൻ തിരിച്ചു പോകാന്ന് പറഞ്ഞ് പോകണ്ട, അവിടുത്തെ ചേച്ചി മരുമകളും പറഞ്ഞ് പോകണ്ടെന്ന് പറഞ്ഞ് എന്നെ അവിടെ കിടത്തി. അപ്പോഴെനിക്ക് ശ്വാസം മുട്ട് രാത്രി കൂടി. അപ്പോൾ ഞാൻ ആ മകനോട് പറഞ്ഞു എനിക്ക് ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞു. എന്നെ അവർ വണ്ടിയിൽ 1000 രൂപ ഉണ്ടാക്കി. പിന്നെ ഞാൻ ഈ ചേച്ചിയുടെ അടുത്ത് വന്ന് ഇവിടെ ഉണ്ട് ഇത്രയും ദിവസം കൊണ്ട്. എനിക്ക് എന്റെ മകന്റെ വീട്ടിലാണ് താമസിക്കേണ്ടുന്നത്. എനിക്ക് വാടകയ്ക്ക് ഞാൻ ആവശ്യം പോലെ താമസിച്ചതാണ്. അങ്ങനെ വാടകയ്ക്ക് താമസിച്ച അടുത്ത ഒരാളാണ്. എനിക്ക് എന്റെ മകന്റെ വീട്ടിലാണ് താമസിക്കേണ്ടുന്നത്. അപ്പോഴും എന്റെ മൂത്ത മോനെ അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടു. ഇവിടെ അമ്മ ഇറങ്ങി പോകാൻ പറഞ്ഞു. എന്റെ മൂത്ത മോനെ എവിടെ ആണെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല. എന്റെ മൂത്ത മോന്റെ 20 ലക്ഷം രൂപ അവിടെ ചെലവാക്കിയതാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, അവന്റെ കൂട്ടുകാർക്കും എല്ലാം അറിയാം. അപ്പോഴും ഞാൻ ജോലി ചെയ്ത് മൊത്തം അവന് കൊടുത്തത്. പക്ഷെ എനിക്കിപ്പോ ഒന്നുമില്ല. എനിക്ക് എവിടെ പോകുന്ന ലക്ഷ്യമില്ല. ഈ സ്ത്രീ അവിടെ ഉണ്ട്. അവൾക്ക് ഇഷ്ടമുള്ളവരെല്ലാം വിളിച്ച് താമസിക്കുന്നുണ്ട്. ഈ വ്യാഴാഴ്ച കഴിഞ്ഞ പിന്നെ ദിവസം 16-ാം തീയതി MG ശ്രീകുമാറിന്റെ ഗാനമേളയായിരുന്നു കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ. ഇവള് 7:30 എന്നോട് പറയാം ഞാൻ പുറത്തോട്ട് പോവാം, നിങ്ങൾ വാതിലടച്ചോ, ഞാൻ വരാൻ താമസിക്കുന്നു. വെളുപ്പിലെ 3 മണിക്കാണ് വന്നത്. അവൾക്ക് സ്കൂട്ടി ഉണ്ട്. അങ്ങനെയാണ് അവിടെ യാത്രയും പോക്കുമല്ല. അത്ര ശരിയായിട്ടല്ല. വീട്ടിൽ ഞാനും ഇല്ല, എന്റെ മൂത്ത മോനും ഇല്ല. അവിടെ ആരെയൊക്കെ വിളിച്ച് താമസിക്കുന്ന പോലും നമുക്കറിയത്തില്ല. അത്ര വലിയൊരു വീടാണ് സാറേ അത്. അതുപോലെ ഒരു 2 നില വീടാണ്. അവൻ പറഞ്ഞു അമ്മ ഒന്നും പറയലെന്ന് പറഞ്ഞിട്ടാ പോയ. അവൻ നിരപരാധിയാണ്. എന്റെ മോൻ പാവമാണ്. എനിക്ക് മരിക്കുന്നവരെ എന്റെ മക്കളോടൊന്നിച്ച് ആ വീട്ടിൽ താമസിക്കണം. എന്റെ ഇളയ മോന്റെ പേരിലാണെങ്കിലും എനിക്ക് ഈ വീട്ടിൽ താമസിക്കാനാണ് ആഗ്രഹം. അതിന് എന്റെ മൂത്ത മോനും ആ വീട്ടിലാണ്. അവന് പ്രത്യേകം വീടില്ല, അവനും താമസിക്കണം. അതിന് കോടതിയോ സർക്കാരോ ഇടപെട്ട് അതിന് എനിക്കല്ലാതെ സ്വന്തം വീടില്ല, എനിക്ക് മേടിക്കാൻ എന്റെ കാശുമില്ല. അതിനെന്തോ തീരുമാനം എന്ന് വെച്ചാൽ ഉണ്ടാക്കി തരണം. എന്റെ മൂത്ത മോനും എനിക്കൊപ്പം ആ വീട്ടിൽ കഴിയണം. അതാണ് എന്റെ ആഗ്രഹം. അവന് വേറെ ഒന്നുമില്ല. എല്ലാ പൈസ ഇവിടെ അവന് ചെലവാക്കിയത്.